നമസ്കാരം. ബ്രസീലിയൻ സൈഡിലുള്ള ഇഗാസു വാട്ടർഫാൾസ് കണ്ടു. ഹെലികോപ്റ്റർ റൈഡും എല്ലാം കഴിഞ്ഞ് പകലുള്ള വാട്ടർഫാൾസിലെ വെള്ളം നനയലും എല്ലാം കഴിഞ്ഞ് രാത്രി ഹോട്ടലിൽ വന്ന് നല്ല ചൂടുവെള്ളത്തിലൊരു കുളി പാസ്സാക്കി നേരത്തെ കിടന്ന് ഉറങ്ങി. കാരണം പിറ്റേ ദിവസം രാവിലെ നേരത്തെ യാത്ര പുറപ്പെടണം. ഇഗാസു വാട്ടർഫാൾസിന്റെ അർജന്റീനിയൻ സൈഡിലേക്ക് പോകാൻ. അർജന്റീനിയൻ വിസ എല്ലാവർക്കും അടിച്ചിട്ടുണ്ട്. വിസ പേപ്പറിലാണ്. ഇതില് മറ്റേ പാസ്പോർട്ടിലല്ല, പേപ്പറിൽ സെപ്പറേറ്റ് വിസ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഈ ഇഗാസു നഗരം കണ്ടുകൊണ്ട് അതിർത്തിയിലേക്ക് യാത്ര ചെയ്തു. അങ്ങനെ ബ്രസീലിന്റെ അതിർത്തിയിൽ, ബ്രസീൽ അർജന്റീന അതിർത്തിയിൽ ഒരു ടോൾ ഗേറ്റ് പോലൊരു സ്ഥലമുണ്ട്. അവിടെ ബസ് നിർത്തും. എന്നിട്ട് ഞങ്ങളുടെ ഗൈഡ് അർജന്റീനിയൻ അതിർത്തിയിൽ ചെന്നിട്ട് നമ്മളുടെ പേപ്പേഴ്സും ഇതിന്റെ പെർമിറ്റും ഈ എല്ലാ ആളുകളുടെ വിസ പേപ്പേഴ്സും എല്ലാം ഈ ഗൈഡും നമ്മളുടെ കൃഷ്ണരാജും ഗൈഡും ചേർന്നിട്ട് കൊണ്ടുപോയി. കൃഷ്ണരാജ് കൂടെ പോകുന്നത്, കൃഷ്ണരാജിനും ഭാഷ അറിയാം. അപ്പൊ രണ്ട് കൗണ്ടറിൽ ഒരുമിച്ച് കാര്യങ്ങൾ നടത്താൻ വേണ്ടി കൃഷ്ണരാജും പോയി. ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം ഞങ്ങൾ അവിടെ ബസ്സിൽ വെയിറ്റ് ചെയ്തിട്ട് ആ അതിർത്തി ബിൽഡിംഗ് കടന്ന് ഞങ്ങൾ അപ്പുറത്തേക്ക് കടന്നു. പിന്നെ ഒരു 4-5 കിലോമീറ്റർ അർജന്റീനയുടെയും ബ്രസീലിന്റെയും കോമൺ ലാൻഡാണ്. നോമാൻസ് ലാൻഡ് എന്ന് പറഞ്ഞ പോലെ കോമൺ ലാൻഡാണ്. രണ്ട് കൂട്ടർക്കും അവകാശമുള്ള സ്ഥലം. ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് ഉണ്ട്. ബ്രസീലിയൻ അർജന്റീനൻ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് കടന്നിട്ടാണ് ഈ അർജന്റീനിയൻ ബോർഡറിൽ, പക്ക ബോർഡർ സ്ഥലത്തെത്തും. അവിടെയും പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ചില പരിപാടികളുണ്ട്. അത് കഴിഞ്ഞാൽ ഈ ബസ് കുറേ കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ട് അർജന്റീനിയൻ ഇഗാസു പാർക്കിൽ എത്തും. അർജന്റീനയ്ക്കും ഒരു ഇഗാസു പാർക്കുണ്ട്. ആ പാർക്കിലേക്ക് നമ്മളെത്തും. അവിടെ വന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ബസ് അകത്തേക്ക് വിടില്ല. നമ്മൾ നടന്ന് അതിൻ്റെ ഉള്ളിൽ കയറി ഒരു ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്ന് കഴിഞ്ഞാൽ മറ്റൊരു ബസ് വരും. അർജന്റീനിയൻ സൈഡിന്റെ ബസ്സാണ്. ആ ബസ് ഡബിൾ ഡെക്കർ ബസ്. മീതേക്ക് ഇരുന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവാം. ആ ബസ്സിൽ നമ്മൾ ഇത്രയും പേര് കയറിയിട്ട് വീണ്ടും അടുത്ത ഒരു സ്ഥലത്തേക്ക്, ഒരു 1-2 കിലോമീറ്റർ ഈ പാർക്കിനുള്ളിലൂടെ യാത്ര ചെയ്തിട്ട് അടുത്ത സ്ഥലത്തെത്തും. അതൊരു റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ, ഒരു ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെടും. ആ ട്രെയിനാണ് നമ്മളെ അർജന്റീനിയൻ സൈഡിലുള്ള ഇഗാസു വാട്ടർഫാൾസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് ചില കിളികൾ, വളരെ മെലിഞ്ഞ കാലുള്ള ചില കിളികൾ, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള, നമ്മുടെ കൊച്ചിയുടെ ഒരു ചെറിയ രൂപത്തിലുള്ള കാലുകളുള്ള, നീണ്ട കാലുകളുള്ള, ഒരു ഗമയിൽ നടക്കുന്നത് പോലെ തോന്നുന്ന ഒരു കിളി. പിന്നെ ബട്ടർഫ്ലൈസ് ഉണ്ട്, ഒരുപാട് ബട്ടർഫ്ലൈസ്. ട്രെയിൻ പുറപ്പെടാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ കാത്തിരിക്കുന്ന സമയത്ത് ഈ റെയിൽവേ ട്രാക്കിന് സൈഡിലുള്ള കുറ്റിക്കാട്ടിലൂടെ നമ്മുടെ ഉടുമ്പിനെ പോലെയുള്ള കറുപ്പും വെളുപ്പും നിറമുള്ള ഒരു അരണയുടെ ഒക്കെ ഒരു വലിയ രൂപം, നമ്മുടെ ഉടുമ്പിനെ പോലെ തന്നെയുള്ള ഒരു ജീവി വരുന്നത് കാണാൻ പറ്റി. അതിനെ വീഡിയോ എടുക്കാൻ പറ്റി. അതിന് ഇഗാസുവിലെ ടെഗു എന്നാണ് അവിടുത്തെ ഭാഷയിൽ അവർ വിളിക്കുന്നത്. നമ്മുടെ ഉടുമ്പിനെ പോലെ ഇരിക്കും. പിന്നെ ഈ ട്രെയിനിൽ ഒരു 4-5 കിലോമീറ്റർ യാത്രയാണ്. ഈ പാർക്കിനുള്ളിലൂടെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഈ ട്രെയിനിൽ പോകും. ഈ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്ന് ഞങ്ങളെല്ലാവരും അതിൽ നിന്ന് ഇറങ്ങിയ ആ സ്ഥലത്ത് മൃഗങ്ങൾക്ക് ഭക്ഷണമൊന്നും കൊടുക്കരുതെന്ന് നമ്മുടെ ഗൈഡ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അത് ഭക്ഷണം കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈയും കൂടി കടിച്ചുകൊണ്ട് പോകും. ഇന്ത്യൻ മീറ്റ് അവർക്ക് വലിയ ഇഷ്ടമാണെന്നൊക്കെ അയാൾ തമാശ പറഞ്ഞു. അതിന് സൗത്ത് അമേരിക്കൻ ഗോട്ടി എന്നാണ് ആ മൃഗത്തിന് പറയണത്. അത് ഒരു പന്നിയുടെ ഒക്കെ ഹൈറ്റ് ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ ഉടുമ്പ് കുറച്ചും കൂടി നിവർന്ന് നിൽക്കുന്നത് പോലെ ഉള്ള ഒരു ഷേപ്പാണ്. ഒരു വലിയ പെരിച്ചാഴി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ മൃഗം അവിടെ ഉണ്ട്. അത് കുറെ കൂടി ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മൃഗമാണ്. അതിന് ഈ ഗൈഡൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ വരുന്ന ആൾക്കാരൊക്കെ ഓരോ കടലയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഇട്ട് കൊടുക്കുക. അതൊക്കെ തിന്നിട്ട് അത് അവിടെ തന്നെ ഒരു 3-4 അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ കുറച്ചേറെ ദൂരം നടക്കാനുണ്ടെന്ന് ഗൈഡ് പറഞ്ഞു. അപ്പൊ അദ്ദേഹം സൂചിപ്പിച്ചത് നമ്മുടെ മുകുന്ദേട്ടന് നടക്കാൻ ബുദ്ധിമുട്ടായേക്കാം, കുറെ ഒരു 4-5 കിലോമീറ്ററോളം നടക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം മൂന്നേട്ടൻ പറഞ്ഞു, ശരി ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ ഇരിക്കാം, നിങ്ങൾ തിരിച്ചു പിടിക്കാനുള്ളവര്
ഞാനിവിടെ ഈ ടെഗുനൊക്കെ കണ്ടിട്ട് ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. കാരണം ഇത് തലേ ദിവസം നമ്മൾ ഈ കാസു വെള്ളച്ചാട്ടം തൊട്ടടുത്തുനിന്ന് ബ്രസീലിയൻ സൈഡിൽ കണ്ടതാണ്. അവിടെ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല, സ്റ്റെപ്സ് ഇറങ്ങണം എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഇതും കാണാൻ പറ്റിയില്ലെങ്കിൽ ഇത്രയും പൈസ ചെലവാക്കി വന്നിട്ട് അതൊരു വലിയ നഷ്ടമാവുമല്ലോ എന്ന് കരുതിയിട്ട് ഈ പ്രായമായ ആൾക്കാർക്ക്, നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് വീൽ ചെയർ ഉണ്ട്. വീൽ ചെയർ തന്നെ നമ്മുടെ പോലത്തെ ലൈറ്റ് വെയിറ്റ് വീൽ ചെയർ അല്ല, ഒരു ഹെവി ആയിട്ടുള്ള ഇരുമ്പിന്റെ ഒരു കസേര 3 ചക്രത്തിൽ ഫിറ്റ് ചെയ്തിട്ട് പച്ച കളറിലുള്ള പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ഇത്തിരി ഹെവിയാണ്. മാത്രമല്ല അതിന്റെ ഈ വീല് കൺട്രോൾ ചെയ്യാനൊക്കെ ഇത്തിരി പാടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വീൽ ചെയർ ഉണ്ടല്ലോ, മൂതേട്ടനായാലും ഇരുന്നോ, ഞാൻ തള്ളിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തള്ളിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുനീറും മറ്റു ചെറുപ്പക്കാരും സജിനും മറ്റേ അനിലിന്റെ നെവ്യും ഒക്കെ പറഞ്ഞു ഞങ്ങള് മാറി മാറി തള്ളിക്കോളാം എന്ന്. അങ്ങനെ ചെറുപ്പക്കാർ അദ്ദേഹത്തിനെ ഏറ്റെടുത്തു. ആ വീൽ ചെയർ തള്ളിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി. അപ്പൊ അവിടെ ഉള്ള പ്രത്യേകത എന്താന്ന് വെച്ചാല് ബ്രസീലിയൻ സൈഡിൽ ആമസോൺ വാട്ടർഫോൾസ് എല്ലാം ഇങ്ങനെ ഒരു റാ ഷേപ്പിൽ നമുക്ക് ചുറ്റും അതിന്റെ നടുവിലേക്കൊക്കെ നമുക്ക് പോവാം. ഇത് കുറേയും കൂടി ഡെപ്തിലും കുറേയും കൂടി അധികം വാട്ടർഫാൾസ് ഉണ്ട്. വളരെ അടുത്ത് പോകും നമ്മൾ അതിന്റെ. പക്ഷെ ഈ വശങ്ങളിലൂടെ എത്രയോ കിലോമീറ്റർ ഇരുമ്പിന്റെ ബ്രിഡ്ജ് ഇട്ടിരിക്കുകയാണ്. അടിഭാഗം കട്ടിയുള്ള ഇരുമ്പിന്റെ നെറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് താഴോട്ടും കാണാം, വശങ്ങളിലേക്ക് കാണാം. ഏതാണ്ട് ഒരു 3-4 അടി വീതി മാത്രമുള്ള, 2 പേർക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യാം, അത്രേ പറ്റുള്ളൂ. അങ്ങനെ ഒരു പാലം ഇതിൽ ചുറ്റും. അതുകൂടെ ഈ വണ്ടി തള്ളിയിട്ട് ഇദ്ദേഹത്തെ കൊണ്ട് നടന്നു. അദ്ദേഹം പിന്നെ കുറെ സ്ഥലത്തെത്തുമ്പോൾ ഇവർക്ക് കഷ്ടപ്പെടണം കണ്ടിട്ട് പുള്ളി എഴുന്നേറ്റ് കുറെ ദൂരം നടക്കും. പിന്നെ വല്ലാണ്ട് സ്ട്രെയിൻ വരുമ്പോൾ വീണ്ടും വണ്ടിയിൽ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഈ ഇഗാസു വാട്ടർഫാൾസ് മുഴുവൻ, അർജന്റീനിയൻ സൈഡ് മുഴുവൻ നടന്നുണ്ട്. ഒരുപാട് ദൂരം, ഒരു 3-4 കിലോമീറ്റർ മിനിമം ഈ പാലത്തിലൂടെ നടക്കണം. ഒരുപാട് നദികൾ, ചെറിയ ചെറിയ കൈവഴികൾ വന്നിട്ട് ഈ വാട്ടർഫാൾസിൽ ആയി മാറുന്ന ഒരുപാട് നദികൾ, ഒരുപാട് ചെറിയ ചെറിയ നദികളുണ്ട്. ഈ നദികളുടെ മീതക്കൂടെയാണ് ഈ പാലം ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ കാടിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് അത്ഭുതം തോന്നും. ഈ പാലത്തിലേക്ക് ചെരിഞ്ഞ് വരുന്ന കൊമ്പുകൾ, നമ്മളാണെങ്കിൽ ഒരാൾ രാവിലെ പോയി വെട്ടുകത്തിയായിട്ട് പോയിട്ട് ആ ചെരിഞ്ഞ് വരുന്ന കൊമ്പുകളൊക്കെ വെട്ടും. ഇവര് ചെയ്തിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊമ്പ് വളച്ചിട്ട് തായ്തടിയോട് ചേർത്ത് കെട്ടുകയാണ്. കൊമ്പ് ഒരിക്കലും വെട്ടുന്നില്ല, ഇത് തായ്തടിയിലേക്ക് ഇങ്ങനെ വളച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. അത്ര പോലും അവര് പ്രകൃതിയെ ഉപദ്രവിക്കാതെയാണ് ആ പാലം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിത് ഇവിടെയൊക്കെ സാധ്യമാണ്. ഇവിടെയുള്ള ഇതിൽ വാട്ടർഫാൾസിലൊക്കെ നമ്മളെപ്പോഴും നമ്മളുടെ പ്രശ്നം ഇതുണ്ടാക്കി അടുത്തൊരു 4 വർഷത്തിനുള്ളിൽ ഇത് ലാഭമായില്ലെങ്കിൽ അത് ഉണ്ടാക്കിയ ഗവൺമെന്റിനെയും മന്ത്രിയെയും ചീത്ത പറയും. ഇതൊക്കെ ഒരു ലൈഫ് ലോങ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ഇതൊരു സർവീസാണ്. ഇതിൽ നിന്ന് ഉണ്ടാകുന്ന വരുമാനത്തെക്കാൾ ഇങ്ങനൊരു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ വരുന്ന കൂടുതൽ ടൂറിസ്റ്റുകൾ, കേരളത്തിന് പുറത്തു നിന്നും ഇന്ത്യക്കകത്തു നിന്നും മൊത്തത്തിലുള്ള ടൂറിസ്റ്റുകൾ, ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെയൊക്കെ ആകർഷിച്ചാൽ അതുവഴി ഉണ്ടാവുന്ന ഒരു വരുമാനം, അങ്ങനെയാണ് അത് കണക്കാക്കേണ്ടത്. അല്ലാണ്ട് പർട്ടിക്കുലർ ഇതിനെത്ര പിരിവുണ്ട് എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറെ കൂടി നന്നായിട്ട് നമുക്ക് നമ്മുടെ വാട്ടർഫാൾസൊക്കെ ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ അർജന്റീനിയൻ സൈഡ് മുഴുവൻ നടന്ന് കണ്ട ഒരു കാടിനുള്ളിലൂടെയുള്ള മോർണിംഗ് വാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല കാഴ്ചകൾ കണ്ട് സന്തോഷമായിട്ട് ഉള്ള നടത്തം. ഒരുപാട് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, അമേരിക്കൻസ്, യൂറോപ്യൻസ്, ഏഷ്യൻസ്, അങ്ങനെ പല കോണ്ടിനെന്റൽസിൽ നിന്നുള്ള ആളുകൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. അർജന്റീനയിലെ ഈ ഇഗാസു വാട്ടർഫാൾസിലും ബ്രസീലിയൻ വാട്ടർഫാൾസിലും പോകുമ്പോൾ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് സെക്കൻഡിൽ 7000 ക്യൂബിക് മീറ്റർ വെള്ളം വന്ന് കുത്തി വീഴുകയും അതിൽ നിന്നുള്ള വേപ്പർ കൊണ്ട് അന്തരീക്ഷം മുഴുവൻ നിറയും. സൂര്യരശ്മി ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന മനോഹരമായ റെയിൻബോ നമുക്ക് കാണാൻ കഴിയും. അവിടെയുള്ള ക്ലൗഡ്സിന്റെ ഒരു ഭംഗി, ഈ താഴെ വെള്ളവും ആകാശത്ത് മറ്റൊരു വെള്ളച്ചാട്ടം പോലെ ക്ലൗഡ്സിന്റെ ഒരു വെള്ളച്ചാട്ടം ആകാശത്തിന്. ഈ ക്ലൗഡ്സും ഈ വാട്ടർഫാൾസും കൂടിയിട്ടുള്ള കാഴ്ച വളരെ മനോഹരമാണ്. എനിക്ക് എപ്പോഴെങ്കിലും ഒരു സിനിമയിലെ കുറച്ച് സീനുകൾ അവിടെ, പാട്ടല്ല സീനുകൾ തന്നെ അവിടെ ഷൂട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു യാത്രയിൽ ഇഗാസുവിൽ എത്തിപ്പെടുന്ന നായകനും നായികയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കഥാപാത്രങ്ങളോ
അങ്ങനെ ഇഗാസുവിനെ എൻ്റെ സിനിമാ സ്ക്രീനിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതൊരു വലിയ ആഗ്രഹമാണ്. ഇഗാസു വാട്ടർഫാൾസിൻ്റെ ബ്രസീലിയൻ സൈഡ് ഒരു വികാരമാണെങ്കിൽ അർജന്റീനിയൻ സൈഡ് മറ്റൊരു എക്സ്പീരിയൻസാണ്. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാഴ്ചയാണ്. ഇഗാസു വെള്ളച്ചാട്ടത്തിന് പറയില്ല, ഇപ്പം നയാഗ്ര വാട്ടർഫാൾസ് ഒരു പോയിന്റിൽ നിന്നാൽ നമുക്ക് മുഴുവൻ കാണാം. പക്ഷേ ഇഗാസു വാട്ടർഫാൾസ് നമ്മൾ ഒരുപാട് നടന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ നയാഗ്ര വാട്ടർഫാൾസ് കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഇഗാസു വാട്ടർഫാൾസും കണ്ടിട്ടുണ്ട്. നയാഗ്ര വാട്ടർഫാൾസിനേക്കാൾ ഉയരം കൂടിയ വാട്ടർഫാൾസ് ആണ്. കൂടുതൽ വെള്ളമുണ്ട്. ഒരു സെക്കൻഡിൽ 7000 ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഒരു സെക്കൻഡിൽ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും മറക്കാത്ത, ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കാഴ്ചയാണ് ഇഗാസു.